ഇന്നത്തെ പണി ഏത്തയ്ക്ക ഉണ്ടാക്കലാണ്. ഉച്ചയ്ക്ക് നല്ല കട്ടിക്ക് ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഫോണൊക്കെ നോക്കി കിടന്നു വെച്ചിട്ട് പിന്നെ കിടന്ന് ഉറങ്ങി കേട്ടോ. എഴുന്നേറ്റപ്പോഴത്തേനും 5:15 കഴിഞ്ഞു. അപ്പോൾ അയ്യോ ചായ വെക്കണമല്ലോ എന്നൊക്കെ ഓർത്തിട്ട് മടിച്ചിട്ടാണ് എഴുന്നേറ്റത്. അരുണേട്ടൻ ഇടയ്ക്ക് പറയുന്നത് നമ്മൾ ഈ വർക്കിൻ്റെ കാര്യമൊക്കെ ചോദിക്കുമ്പോൾ ഇന്ന് എങ്ങനെ ഉണ്ടായിരുന്നു അരുണേട്ടൻ എന്നൊക്കെ ചോദിക്കുമ്പോൾ അരുണേട്ടൻ പറയുവേ ലൈറ്റ് പണിയും കട്ടയ്ക്ക് ഉള്ള തീറ്റയൊക്കെ ആയിരുന്നു എന്നൊക്കെ ഈ വർക്കിനെ കുറിച്ചൊക്കെ പറയും. ചിലപ്പം അങ്ങനെ വലിയൊന്നും കാണില്ലായിരിക്കും, തട്ടി മുട്ടയൊക്കെ നിൽക്കുന്ന വർക്കൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ പറയും. എന്ന് പറഞ്ഞാൽ മഴയൊക്കെയല്ലേ, നല്ല കട്ടിക്ക് ആഹാരമൊക്കെ ചോറും ഒക്കെ ഇട്ടിട്ട് കയറി കിടന്ന് ഉറങ്ങിപ്പോയി. നല്ല ഉറക്കമായിരുന്നു. അപ്പോൾ 5:15 കഴിഞ്ഞു സത്യത്തിൽ എഴുന്നേറ്റത്തേനും. അപ്പോൾ എന്നാൽ ചായ വെച്ച് കുടിച്ചേക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ അന്നേരം അടുക്കളയിലേക്ക് വന്നപ്പോഴാണ് ഓർത്തത് ഇവർ ഏത്തക്കാപ്പത്തിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അത് ഉണ്ടാക്കി കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര പരാതി. ഈ ഒരാഴ്ച എൻ്റെ പരാതിക്കെട്ട് അതായിരിക്കും. അപ്പോൾ പിന്നെ ഏത്തക്കാപ്പം ഉണ്ടാക്കിയേക്കാമെന്ന് വിചാരിച്ച് അതിൻ്റെ ഇടയ്ക്ക് കണ്ടില്ല ഞാനത് ഈ മാവ് തുടയ്ക്കുന്നത് എന്നുവെച്ചാൽ എനിക്കങ്ങനെ ഇങ്ങനെ വീണിട്ട് നമ്മൾ പണിയെല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേനും അതവിടെ അങ്ങ് ഉണങ്ങി ഇരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ വീഴുന്ന സമയം തന്നെ അപ്പോഴേ ക്ലീൻ ചെയ്തേ. ഇതിൻ്റെ കൈ പൊള്ളിയാലും വേണ്ടില്ല, തൊടിയെ തീ പിടിച്ചാലും വേണ്ടില്ല എന്നുള്ള രീതിയിലാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ചിലരുണ്ട് അങ്ങനെ അപ്പം തന്നെ തുടച്ച് ക്ലീൻ ആക്കുന്നവർ. എനിക്കങ്ങനെ തുടച്ച് ക്ലീൻ ആക്കണമെന്നൊരു നിർബന്ധമുണ്ട് കേട്ടോ. അപ്പോൾ ഇവർക്ക് എത്ര നമ്മളിതിപ്പോൾ എന്നും ഏത്തക്കാപ്പം കൊടുത്താലും ഇവർക്ക് അത്ര ഇഷ്ടമാണ്. അമ്മൂന് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് ഏത്തക്കാപ്പം. ഇന്നലെ അമ്മ വാങ്ങിച്ചു കൊടുത്തു. എന്നിട്ടാണ് ഇന്ന് ഏത്തക്കാപ്പം വേണമെന്ന് പറഞ്ഞത്. അപ്പോൾ ഇന്നലെ അപ്പോൾ മുട്ട ബജിയൊക്കെ ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ലായിരുന്നു. അന്നേരം അതുകൊണ്ട് ഇന്നും കർശനം പറഞ്ഞായിരുന്നു ഏത്തക്കാപ്പം വേണമെന്നേ. അങ്ങനെയാണ് ഏത്തക്കാപ്പം ഉണ്ടാക്കുക. അപ്പം 2 പേര് വന്നിക്ക് ആയോ എന്ന് ചോദിച്ചിട്ട് വന്ന് ഇപ്പോൾ ഉണ്ട്. ഇത് എത്ര ഉണ്ടാക്കി കൊടുത്താലും മതിയാവാത്തൊരു സാധനമാണ്. ഞാൻ ഓർക്കുന്നത് ഇങ്ങനെ മടുപ്പില്ല എന്ന് ആർക്കും. ഇത് എടുത്തപ്പോൾ ഏതായാലും ഉണ്ടല്ലോ വലിയ ഏത്തപ്പഴമായിരുന്നു. അപ്പം എനിക്കതൊരു ഭംഗി തോന്നിയില്ല. അപ്പം അതുകൊണ്ട് മുറിച്ച് ഞാൻ ഏത്തക്കാപ്പം ആക്കിയത്. അപ്പം ഞാൻ കണ്ടില്ലേ 2 പേരും വന്നു. ഓരോന്ന് എടുത്തോട്ടെ, ഓരോന്ന് മതിയേ, ഇനി പിന്നെ ചായയുടെ കൂടെ മതിയെന്ന് പറഞ്ഞിട്ടാണ്. നല്ല ചൂടാണ്. എടുത്തിട്ട് കഴിപ്പം തുടങ്ങി. പാറവും വന്നിട്ട് ചൂടുണ്ടാകുമെന്ന് ചോദിച്ചാൽ പറഞ്ഞു ചൂടൊന്നും ഇല്ലെന്ന് പറഞ്ഞു. പക്ഷെ പാറോട്ടന് ചെറുതായിട്ടൊന്ന് പൊള്ളി കേട്ടോ. പിന്നെ എല്ലാം കൂടെ തട്ടിക്കൂട്ടി അവർക്ക് 2 പേർക്കും ചായ കേട്ടോ. ഞാൻ ചായ കുടിക്കാറില്ല, കട്ടൻ കാപ്പിയാണ് ഇഷ്ടം. അങ്ങനെ കഴിച്ചു. ഏതായാലും പരിപ്പോടെ ഉണ്ടാക്കിയ പോലെ ആയില്ല, നന്നായിട്ട് ഒത്തു കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു.